കന്നഡ ദിനം, കന്നഡ പിറവി ദിനം വളരെ ആഘോഷമായിട്ടാണ് സുഹൃത്തുക്കളെല്ലാവരും കൂടി ആഘോഷ കൂട്ടത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചേരുകയും അവിടെ രാവിലെ തന്നെ വരികയും കൃത്യമായിട്ട് ഭക്ഷണം വിളമ്പുകയും മധുരം വിളമ്പുകയും വളരെ ആഘോഷത്തോടു കൂടിയാണ് അവർ കാണാറുള്ളത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും സുഹൃത്തുക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. രാവിലെ തന്നെ തുടങ്ങുന്ന പരിപാടി അന്നത്തെ ഒരു ദിവസം കൃത്യമായിട്ട് അവരിതിന് മാറ്റിവെക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. എൻ്റെ സുഹൃത്തുക്കളെല്ലാം അപ്പോഴവിടെ തന്നെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെല്ലാം കൂടി നമ്മളെ കണ്ടതും വളരെ സന്തോഷത്തോടുകൂടി കാണുകയും ഞങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമൊക്കെയുള്ള സുഹൃത്തുക്കളാണ് അവിടെ ഉള്ളത്. സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം അവർ കാണുന്ന അല്ല ഇടപെടലുകളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തത്ര സ്നേഹത്തോടുകൂടിയാണ് അവർ പെരുമാറുന്നത്. നമ്മുടെ മലയാളികളും ഒരുപാട് നാട്ടുകാരും മറ്റുള്ള നാട്ടുകാരും ഒക്കെ ബാംഗ്ലൂരിൽ സെറ്റിലായിട്ട് അവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒരുപാട് കുട്ടികൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്ഥലം തന്നെയാണ് ബാംഗ്ലൂർ. അവിടെ ജീവിക്കുന്നവർക്ക് കൃത്യമായിട്ടും അവിടെ വർഷങ്ങളായിട്ട് ജീവിച്ചവർ നാട്ടിലോട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ വരാത്തവരായിട്ടും അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് നാട്ടുകാരെ ഉൾക്കൊള്ളുന്ന വളരെ ശാന്തതയോടും സമാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു നാടാണ് കർണാടക. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി സാധ്യതകളൊക്കെ വളരെ കൂടുതലുള്ളൊരു നാടാണ്. ഈ വാദ്യോപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസകരമായ വാദ്യോപകരണങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ നാടിനും ഓരോ വാദ്യോപകരണങ്ങൾ, പ്രത്യേകതരമായ വാദ്യോപകരണങ്ങളുണ്ട്. ആ വാദ്യോപകരണങ്ങളോടുകൂടി അവർ നടത്തുന്ന ഒരു പ്രോഗ്രാം വളരെ രസകരമായിട്ടാണ്. എൻ്റെ ഏറ്റവും ഒരു സുഹൃത്ത് വർഷങ്ങളായിട്ട് അവിടെ 35 വർഷം കൊണ്ട് താമസിക്കുന്ന ഒരു സുഹൃത്ത്, ഷാജി എന്ന് പേരുള്ള ഒരു സുഹൃത്തും അവിടെ അദ്ദേഹത്തിന് ഇനി എനിക്ക് ചെറിയ ആദരവൊക്കെ നൽകി. അന്യനാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ആദരവൊക്കെ നമുക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതല്ല. അപ്പം ഞാൻ ആ കൃത്യമായ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് അന്ന് അവിടെ സുഹൃത്തുക്കളോടൊപ്പം തങ്ങി പിറ്റേന്നാണ് അവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്തത്. കർണാടകത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ കൊടക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വളരെ മനോഹരമായ സ്ഥലമാണ്. ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ എത്ര എഴുതിയാലും ഒരുപാട് ആൾക്കാരാണ് അവിടെ താമസിച്ചത്. എല്ലാ രാജ്യക്കാരെയും പല നാട്ടുകാരും അവിടെ സ്ഥിര താമസക്കാരായിട്ടുണ്ട്. അത് തന്നെയല്ല ഇവരുടെ ഒരു സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും അതിൻ്റെ പറഞ്ഞറിയിക്കാൻ വയ്യ.